ഹായ് ഗൈസ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്തിനാണ്. പുറത്തേക്കൊന്ന് പോകുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ സൺസ്ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം പുറത്തൊക്കെ നല്ല വെയിലാണ്, അറിയാമല്ലോ. അപ്പം സൺസ്ക്രീം ഇടാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ കരിവാളിച്ച് ചുട്ടു പൊള്ളിപ്പോവും. അപ്പൊ നമ്മുടെ എപ്പോഴും മസ്റ്റായിട്ട് സൺസ്ക്രീം ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ അത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മുഖത്തും കഴുത്തിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കണ്ണെഴുതി കൊടുക്കാവേ. ഞാൻ കുറെ നാൾ കൊണ്ട് മേടിച്ചിട്ടുള്ള ഒരു കാജലാണ്. ഇതുവരെ പൊട്ടിച്ചു പോലും നോക്കിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ തന്നെ എന്തായാലും പൊട്ടിച്ചു നോക്കാം. എഴുതി നോക്കിയിട്ട് കൊള്ളായിരുന്നു കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇതിട്ട് എഴുതണത്. മേടിച്ച് ഇത്രയും നാൾ 1 മാസത്തോളം ആയെന്ന് തോന്നുന്നു കേട്ടോ മേടിച്ച് വെച്ചിട്ട്. ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പൊ കണ്ണെഴുതിയപ്പോ കൊള്ളാം കേട്ടോ. അങ്ങനെ 2 കണ്ണും എഴുതിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു നീറ്റൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാവേ. ഐലൈനർ എഴുതാൻ എനിക്ക് കണ്ണാടി തന്നെ വേണം കേട്ടോ. കണ്ണാടി നോക്കിയിട്ട് ഐലൈനർ എഴുതിയാലേ എനിക്ക് ശരിയാവത്തുള്ളൂ. ഫോണിൽ നോക്കിയിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് കണ്ണാടി ഉപയോഗിച്ച് നോക്കുന്നത്. അങ്ങനെ ഒരു കണ്ണിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കണ്ണിൽ വരച്ചു കൊടുക്കാവേ. അങ്ങനെ അടുത്ത കണ്ണിലും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ണ് 2 എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ചുണ്ടില് കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കാവേ. ഈ ലിപ് ബാം നല്ലതാണ് കേട്ടോ. അമ്മ എനിക്ക് കുറെ നാൾക്ക് മുമ്പ് മേടിച്ച് തന്നതാണ്. പക്ഷെ ഇടുമ്പോ കളർ കാണത്തില്ല. കുറെ കഴിയുമ്പോൾ നല്ല രീതിക്ക് ചുമന്ന് വരും കേട്ടോ. അപ്പൊ എന്തായാലും നല്ല ലിപ് ബാമാണ് എൻ്റെ കയ്യിലുള്ള ഇത്. ഇനി അടുത്തത് കമ്മലാണ്. കമ്മൽ ഇതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു റിങ് മോഡൽ കമ്മലാണ് കേട്ടോ ഇത്. ഇനി അടുത്ത നമ്മുടെ മാല ഒരു സിമ്പിൾ മാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചെറുത്. ഇങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് നമ്മുടെ വാച്ച് കേട്ടോ. ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കുറെ നാളല്ല, കുറെ വർഷമായി എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് കേട്ടോ കെട്ടുന്നത്. വാച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇത്. അങ്ങനെ അതും കൂടി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേറൊന്നല്ല, മുടിയാണ് കേട്ടോ. മുടി ഞാൻ കെട്ടി വെക്കുന്നില്ല, ഒന്ന് ചീകി ഒന്ന് ഇടുന്നേ ഉള്ളൂ കേട്ടോ. അഴിച്ചിടാനാണ് നോക്കണത്. അങ്ങനെ മുടി 2 ഭാഗം ഒന്ന് ചീകി കൊടുക്കുന്നേ ഉള്ളു കേട്ടോ. മുടി അഴിച്ചിട്ടിട്ടാണ് പോണത്. അങ്ങനെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ഒരുങ്ങി പോവാണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.